ഇനി അടുത്തതാണ് മീഡിയൽ സർഫസ്. മീഡിയൽ സർഫസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതുപോലെ തന്നെ, പക്ഷെ നമുക്ക് ഒരു എളുപ്പമുണ്ട്. അവിടെ പഠിച്ച പോലെ ഫ്രോണ്ടൽ, പെറൈറ്റൽ, ഓക്സിപിറ്റൽ ഒന്നും പഠിക്കേണ്ട, ഒറ്റ ഒരു സർഫസ് ആയിട്ട് പഠിച്ചാൽ മതി. ഇതിനകത്ത് ആദ്യത്തേതാണ് സൾക്കൈ. സൾക്കൈക്കകത്ത് വരുന്നത്, ഞാൻ ഈ ബ്ലൂ ഇട്ട് വരച്ചേക്കുന്ന ഇത്രയാണ് സൾക്കൈ. ഇതിനകത്ത് ആദ്യമേ ഇവിടെ അതായത് നമ്മളെ കോർപ്പസ് കലോസമാണ് ഇരിക്കുന്നത്. കോർപ്പസ് കലോസത്തിന് ഇവിടെ മുന്നിലായിട്ട് 2 എണ്ണം വരയ്ക്കണം. അതാണ് ആൻറ്റീരിയർ പാരാ ഓൾഫാക്ടറിയും പോസ്റ്റീരിയർ പാരാ ഓൾഫാക്ടറിയും. അത് 2 പേര് നമ്മൾ പാരാ ഓൾഫാക്ടറി എന്ന വാക്ക് മാത്രം നമ്മൾ കാണുന്നത് പഠിച്ചാൽ മതി. ഇപ്പോൾ ആൻറ്റീരിയർ പോസ്റ്റീരിയർ ഓർക്കാം. ആൻറ്റീരിയർ പാരാ ഓൾഫാക്ടറി, പോസ്റ്റീരിയർ പാരാ ഓൾഫാക്ടറി. പിന്നെ അടുത്തതാണ് ഇവിടെ ഒരു സിംഗുലേറ്റ് ഉണ്ട്, സിംഗുലേറ്റ് സൾക്കസ് ഉണ്ട്. പിന്നെ ഇവിടെ പെറൈറ്റോ ഓക്സിപിറ്റൽ സൾക്കസ്, നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം ആ സൾക്കസ് തന്നെയാണ് കേട്ടോ ഇത്. നമ്മുടെ ഓക്സിപിറ്റൽ ലോബിനെയും പെറൈറ്റൽ ലോബിനെയും നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന ആ ഒരു സൾക്കസ് ഇല്ലേ, അത് നമ്മൾ മീഡിയൽ സർഫസിലാണ് കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇവിടെ അതിനെയും കൂടെ പഠിക്കുന്നത്. പിന്നെ സുപ്രാ സ്പ്ലീനിയൽ സൾക്കസ്, ഇത് നമ്മൾ സ്പ്ലീനിയത്തിന് മുന്നിലായതുകൊണ്ട് സുപ്രാ സ്പ്ലീനിയൽ സൾക്കസ് എന്നാണ് ഇതിനെ പറയുന്നത്. ഇനി അടുത്തതാണ് ഇതിൻ്റെ ഗൈറേ. ഇതിൻ്റെ ഗൈറേ വരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആൻറ്റീരിയർ പാരാ ഓൾഫാക്ടറിയും പോസ്റ്റീരിയർ പാരാ ഓൾഫാക്ടറിയും സൾക്കസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിന് രണ്ടിന് ഇടയ്ക്കുള്ളതിനെ നമ്മൾ പാരാ ഓൾഫാക്ടറി ഗൈറസ് എന്ന് വിളിക്കും. ഇവിടെ പാരാ ഓൾഫാക്ടറി ആണല്ലോ രണ്ടിലെയും കോമൺ വേർഡ്. അപ്പോൾ ഇവിടെ ഉള്ളത് പാരാ ഓൾഫാക്ടറി ഗൈറസ്, ഇത് പാരാ ടെർമിനൽ ഗൈറസ്. പിന്നെ അടുത്തതാണ് മിഡിൽ ഫ്രോണ്ടൽ ഗൈറസ്. അതായത് നമ്മളുടെ ഇവിടെ വെച്ചാൽ ഒരു ഫ്രോണ്ടൽ ലോബിൻ്റെ ഒരു ഏരിയ ആയിട്ട് വരും. അപ്പം മിഡിൽ ഫ്രോണ്ടൽ ഗൈറസ് ആണ് ഇവിടെ വരുന്നത്. പിന്നെ ഇവിടെ പാരാ സെൻട്രൽ ലൊബ്യൂള്, പിന്നെ സിംഗുലേറ്റ് ഗൈറസ്. അതായത് നമ്മളുടെ ഈ ഒരു ഭാഗത്തായിട്ട് വരുന്ന മിഡിൽ ഫ്രോണ്ടൽ ഗൈറസും പിന്നെ പാരാ സെൻട്രൽ ലൊബ്യൂളുമാണ്. സിംഗുലേറ്റ് സൾക്കസിന് തൊട്ട് താഴെ വരുന്ന ആൾ സിംഗുലേറ്റ് ഗൈറസ് ആയിരിക്കും. പിന്നെ നമ്മളുടെ സുപ്രാ സ്പ്ലീനിയൽ സൾക്കസിന് മുകളിലായിട്ട് വരുന്ന ആൾ ക്യൂനിയസും, താഴെയായിട്ട് വരുന്ന ആൾ ക്യൂനിയസും, അതിന് മുകളിലായിട്ട് വരുന്ന ആൾ പ്രീ ക്യൂനിയസും ആയിരിക്കും. അപ്പോൾ മൊത്തം വരുന്ന പാരാ ഓൾഫാക്ടറി, പാരാ ടെർമിനൽ, മിഡിൽ ഫ്രോണ്ടൽ ഗൈറസ്, പാരാ സെൻട്രൽ ലൊബ്യൂള്, സിംഗുലേറ്റ് ഗൈറസ്, ക്യൂനിയസ്, പ്രീ ക്യൂനിയസ്, ഇത്രയുമാണ് മീഡിയൽ സർഫസിൽ വരുന്ന ഗൈറേ. അടുത്തതാണ് നമ്മൾ ഇൻഫീരിയർ സർഫസ്. ഇൻഫീരിയർ സർഫസിൽ നമ്മൾ ഇതുപോലത്തെ ഒരു പടമാണ് വരയ്ക്കേണ്ടത്. അതായത് നമ്മളുടെ പയറൊക്കെ പോലെ ഒരു കുഞ്ഞു പടം വരയ്ക്കണം. എന്നിട്ട് ഇവിടെ നമ്മളൊരു എച്ച് വരയ്ക്കണം. അതിന് മുകളിൽ അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ഒരു സൾക്കസ് വരയ്ക്കണം. ഇവിടെ ഒരു കുഞ്ഞ് വര, ഇവിടെ ഒരു വലിയ വര, ഇവിടെ ഒരു വലിയ വര, തീർന്നു. ഇത്രയും വരച്ച് കഴിഞ്ഞാൽ ഇൻഫീരിയർ സർഫസ് പഠിക്കാം. ഇതിനകത്ത് സെയിം ഞാൻ ബ്ലൂ ഇട്ട് എഴുതിയേക്കുന്നതെല്ലാം സൾക്കസും ബ്ലാക്ക് ഇട്ട് എഴുതിയേക്കുന്നതെല്ലാം ഗൈറസുമാണ്. ആദ്യമേ നോക്കുമ്പോൾ ഓൾഫാക്ടറി സൾക്കസ്, അതായത് നമ്മൾ ഇൻഫീരിയർ സർഫസിൽ ആദ്യം വരുന്ന ആളാണ് ഓൾഫാക്ടറി. നമ്മൾ പറഞ്ഞില്ലേ ഇൻഫീരിയർ സർഫസിനെ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഓൾഫാക്ടറി ആൻഡ് ഓർബിറ്റൽ. നമ്മൾ സർഫസ് ആൻഡ് ബോർഡർ പഠിച്ച സമയത്ത് പറഞ്ഞായിരുന്നു. അപ്പോൾ അത് ഓർത്താൽ മതി. ഓൾഫാക്ടറിയും ഉണ്ട്, ഓർബിറ്റലും ഉണ്ട്. ഓൾഫാക്ടറി എന്ന് പറയുമ്പോൾ ഈ ഒരു വര മാത്രമേ ഉള്ളൂ, പക്ഷേ ഓർബിറ്റൽ ഒരു എച്ച് ഷേപ്പിൽ ഇരിക്കുന്നതുകൊണ്ട് അതിനെ എച്ച് ഷേപ്ഡ് ഓർബിറ്റൽ സൾക്കസ് എന്നാണ് വിളിക്കുന്നത്. പിന്നെ അടുത്തതിന് തൊട്ട് താഴെ 3 സൾക്കസും കൂടി വരുന്നുണ്ട്. റൈനൽ സൾക്കസ്, കൊളാട്രൽസ്, ഓക്സിപിറ്റോ ടെമ്പറൽ. നമ്മൾ നേരത്തെ പെറൈറ്റോ ഓക്സിപിറ്റൽ മീഡിയൽ സർഫസിൽ പഠിച്ചു. അടുത്ത ഓക്സിപിറ്റോ ടെമ്പറൽ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ 2 ലോബ്സിനെ തമ്മിൽ ഡിവൈഡ് ചെയ്യുന്നതാണെന്ന്. അത് നമ്മുടെ ഇൻഫീരിയർ സർഫസിലാണ് കാണപ്പെടുന്നത്. അത് ഓക്സിപിറ്റോ ടെമ്പറൽ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ മൊത്തം ഇത്രയും 5 പേരേ ഉള്ളൂ. ഓൾഫാക്ടറി, എച്ച് ഷേപ്ഡ് ഓർബിറ്റൽ, റൈനൽ, കൊളാട്രൽ, ഓക്സിപിറ്റോ ടെമ്പറൽ. ഇനി അടുത്തതാണ് ഗൈറേ. ഗൈറേ വരുന്നത് ഇത് നമുക്ക് പഠിക്കുന്ന ഈ ഒരു ഗ്രൂപ്പായിട്ട് ഇവരെ അങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിത് എളുപ്പമാണ്. എച്ച് ഷേപ്പിന് ചുറ്റുമുള്ളതായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അത് ഓർബിറ്റലിനകത്ത് തന്നെ ആൻറ്റീരിയർ ഓർബിറ്റൽ, പോസ്റ്റീരിയർ ഓർബിറ്റൽ, മീഡിയൽ ഓർബിറ്റൽ, ലാറ്ററൽ ഓർബിറ്റൽ, അപ്പോൾ തന്നെ 4 പേരായി. പിന്നെ ഈ ഒരു നമ്മളെ ഓൾഫാക്ടറി സൾക്കസിന് തൊട്ടിപ്പുറം കാണപ്പെടുന്ന ആളാണ് ഗൈറസ് റെക്റ്റസ് എന്നാണ് ഇതിനെ പറയുന്നത്, ഗൈറസ് റെക്റ്റസ്. അടുത്തതാണ് നമ്മളുടെ റൈനൽ സൾക്കസിന് മുകളിൽ കാണപ്പെടുന്ന ആൾ അൻകസ്. പിന്നെ കൊളാട്രൽസിന് ഇവിടെ പാരാ ഹിപ്പോക്യാമ്പൽ, ഇവിടെ പാരാ ഹിപ്പോക്യാമ്പലും ഇത് അൻകസും. പിന്നെ നമ്മൾ ഓക്സിപിറ്റോ ടെമ്പറലിന് മീഡിയലും ലാറ്ററലുമായിട്ട് കാണപ്പെടുന്ന, ഇവിടെ നമ്മൾ മീഡിയൽ ഓർബിറ്റൽ, ലാറ്ററൽ ഓർബിറ്റൽ പറഞ്ഞ കണക്ക് ഇവിടെ ഓക്സിപിറ്റോ ടെമ്പറലിന് മീഡിയലും ലാറ്ററലും, അപ്പം മീഡിയോ ഓക്സിപിറ്റോ ടെമ്പറലും ലാറ്ററൽ ഓക്സിപിറ്റോ ടെമ്പറലും. ഇത്രയാണ് ഗൈറസ് വരുന്നത്. ഇത് വെച്ചാലിരിക്കണം. എച്ച് ഷേപ്ഡ് ആകുമ്പോൾ ആൻറ്റീരിയർ ഓർബിറ്റൽ, പോസ്റ്റീരിയർ ഓർബിറ്റൽ, മീഡിയൽ ഓർബിറ്റൽ, ലാറ്ററൽ ഓർബിറ്റൽ. പിന്നെ ഇവിടെ ഒരു ഗൈറസ് റെക്റ്റസ് ഉണ്ട്. പിന്നെ നമ്മളെ റൈനലിന് മുകളിൽ അൻകസ്, അതിന് തൊട്ട് താഴെ പാരാ ഹിപ്പോക്യാമ്പൽ, പിന്നെ മീഡിയൽ ഓക്സിപിറ്റോ ടെമ്പറൽ, ലാറ്ററൽ ഓക്സിപിറ്റോ ടെമ്പറൽ കഴിഞ്ഞു.